ഇന്നത്തെ വീഡിയോ എസ്പെഷ്യലി ഫോർ നമ്മൾ 10th ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. എനിക്കറിയാം ഈ പുതിയ സിലബസ്, അതും ചേഞ്ച് ആയ എക്സാം പാറ്റേൺസ്, അതും ഭയങ്കര ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അവർ ഭയങ്കര ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അതായത് ഇത്തവണത്തെ ബോർഡ് എക്സാം എങ്ങനെയായിരിക്കും, എങ്ങനെ അവർ ഫേസ് ചെയ്യാം എന്നുള്ള ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് അവർ ഇന്ന് നിൽക്കുന്നത്. പക്ഷെ നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ സിലബസ് മാറ്റിയതോ അല്ലെങ്കിൽ എക്സാം പാറ്റേൺസ് മാറ്റിയതോ നിങ്ങൾ ആരും എക്സാം എഴുതാൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും തോൽക്കണം എന്ന് വിചാരിച്ചിട്ടല്ല. നമുക്ക് എല്ലാവർക്കും എബിലിറ്റീസ് ഉണ്ട്. അതായത് ആ ഒരു എബിലിറ്റീസിനെ കുറച്ചും കൂടെ വെളിയിലേക്ക് എടുക്കാൻ, നിങ്ങളുടെ ചിന്താശേഷി കുറച്ചും കൂടെ വളർത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് അത്തരത്തിൽ സിലബസ് ടഫാക്കിയതും ആ ഒരു എക്സാം പാറ്റേൺസ് ചേഞ്ച് ചെയ്തതും. നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നതിനേക്കാളും ഈ ഒരു വെല്ലുവിളി നമ്മൾ എങ്ങനെ നേരിടാം എന്നാണ് ആലോചിക്കേണ്ടത്. കാരണം ഇനി നമുക്കൊരു ലെസ് ദാൻ 1 മന്ത് നമ്മുടെ കയ്യിലുണ്ട്. അയ്യോ ഒരു മാസമേ ഉള്ളൂ അല്ലെങ്കിൽ ഇത്ര ദിവസമേ ഉള്ളൂ എന്നല്ല, ലെസ് ദാൻ 1 മന്ത് ഉണ്ട്. ആ ദിവസത്തിൽ നിങ്ങൾ ട്രൈ ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റും. നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കുള്ളത് ആ ഒരു 25-26 ഡേയ്സിന് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് പ്രൊഡക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ലാസ്റ്റ് മൊമെന്റ് ആണ്. ഇവിടെ നിങ്ങൾ ഇത്രയും നാൾ പഠിച്ചോ പഠിക്കാതെയോ അതൊക്കെ വിട്, അതൊന്നും ബോദർ ചെയ്യണ്ട. നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്ന, അതായത് ഇനി എടുക്കാൻ പോകുന്ന സ്റ്റെപ്സ്, ഇനി എടുക്കാൻ പോകുന്ന ആ ഒരു എഫേർട്ടാണ് നമ്മുടെ റിസൾട്ടിൽ എന്തായാലും അത് നമ്മുടെ റിസൾട്ടിൽ കാണിക്കും. സോ ഞാനൊരു സിമ്പിൾ അല്ല, ഞാൻ യൂസ് ചെയ്ത മെത്തേഡ്സും എന്റെ ടീച്ചേഴ്സൊക്കെ എനിക്ക് സജസ്റ്റ് ചെയ്ത ഒരു മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതുവരെ പഠിച്ച് തുടങ്ങാത്തവർക്കും ഇനി തുടങ്ങാം. അയ്യോ ഞാൻ ഇതുവരെ ഒന്നും പഠിച്ചില്ലല്ലോ, ഇനി എന്നെ കൊണ്ട് പറ്റുമോ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് മുതൽ തുടങ്ങുക, ഇന്ന് മുതൽ പഠിക്കുക, ഇന്ന് മുതൽ നിങ്ങളുടെ ഫുൾ എഫേർട്സ് കൊടുക്കുക. രാവിലെയും രാത്രി നിങ്ങൾക്ക് എപ്പോഴൊക്കെ ഇൻട്രസ്റ്റ്, ആസ് യൂഷ്വൽ നിങ്ങളുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് നിങ്ങൾ പഠിക്കുക. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഒരു സബ്ജക്ട് ഫോർ എക്സാമ്പിൾ മാത്സ് എടുക്കുക. മാത്സ് ആണല്ലോ നമ്മുടെ പവർ. സോ മാത്സ് എടുത്തിട്ട് ടോട്ടലി എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, ഒരു 15 ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കും. സോ ആ ഒരു 15 ചാപ്റ്റേഴ്സിന് നമ്മളിപ്പോൾ കാറ്റഗറൈസ് ചെയ്യാൻ പോവാണ്. ടഫ്, മോഡറേറ്റ് ആൻഡ് ഈസി. സോ ആ ഒരു 15 ചാപ്റ്റേഴ്സ് എടുത്തിട്ട് ഫസ്റ്റ് ഈസി, അതായത് ഒരു പേപ്പർ പെൻ എടുത്ത് തന്നെ നിങ്ങൾ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് മൈൻഡിൽ ഒരു ക്ലാരിറ്റി കിട്ടുള്ളൂ. നമ്മൾ തന്നെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നത് നമ്മളൊന്നും ചെയ്യാൻ പോകില്ല, പിന്നെ പഠിക്കാം ലാസ്റ്റോട്ട് പഠിക്കാമെന്ന് വിചാരിക്കും. പക്ഷേ ഇതാണ് ലാസ്റ്റ് ഫേസ്. സോ ഇപ്പം തന്നെ എഴുതുക. നിങ്ങളൊരു ബുക്കും പെന്നും എടുത്തിട്ട് ഈസി കാറ്റഗറിയിൽ ഈസി എന്നുള്ള ആ ഒരു ഇതെടുത്തിട്ട് ആ ഒരു ചാപ്റ്റേഴ്സിൽ, ഇപ്പോൾ ഒരു 15 ചാപ്റ്റേഴ്സിൽ നിങ്ങൾക്ക് മൊത്തമായിട്ട് അറിയാം, നിങ്ങൾ നിറയെ വർക്ക്ഔട്ട്സ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനി ജസ്റ്റ് ഒരു റിവിഷൻ ആവശ്യം മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്ന ആ ഒരു ചാപ്റ്റേഴ്സ് എടുത്ത് ആ ഈസി കാറ്റഗറിയിൽ എഴുതി വെക്കാം. ആൻഡ് മോഡറേറ്റ്, അതായത് കുറച്ചൊക്കെ അറിയാം, ചില പാർട്സ് മാത്രം അറിയില്ല, അല്ല ചില ടോപ്പിക്സ് അറിയില്ല, കുറച്ച് ഓക്കെ എന്നുള്ള ചാപ്റ്റേഴ്സ് മോഡറേറ്റിൽ എഴുതി വെക്കുക. ഇതുവരെ നിങ്ങൾ തൊട്ടിട്ടേ ഇല്ലാത്ത ചാപ്റ്റേഴ്സ് ഉണ്ടാവും. അതായത് ഇതുവരെ നമ്മൾ പ്രോബ്ലംസ്, മാത്സ് ആണല്ലോ പറയുന്നത്, സോ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്തില്ല, ഇതുവരെ ഞാൻ നോക്കിയിട്ടില്ല, ഭയങ്കര ടഫാണ്, ലാസ്റ്റോട്ട് പഠിക്കാം എന്ന് വിചാരിച്ച് വെച്ച ചാപ്റ്റേഴ്സ് അത് ടഫസ്റ്റ് സോണിലും എഴുതി വെക്കാം. സോ നമ്മളിപ്പം സിമ്പിളായിട്ട് നമ്മൾ ഇനി പഠിക്കാൻ പറ്റുന്നത്, കാരണം നമ്മൾ 3 ആ ഒരു ഫുൾ സബ്ജക്റ്റിന് നമ്മൾ 3 കാറ്റഗറൈസ് ചെയ്തു, ഈസി, മോഡറേറ്റ്, ടഫ്. സോ ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടഫ് ആയിട്ടുള്ള സോണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, ടഫ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്. ഇപ്പോൾ എന്താ എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഈ 25 ഡേയ്സിൽ പ്ലാനൊക്കെ വേണം. കാരണം പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിൻ്റെ ഒരു 50% നമ്മളത് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. സോ ആ ഒരു പ്ലാനിൽ നമ്മൾ ഇപ്പോൾ 1 to 25 ഡേയ്സ് ഉണ്ട്. അതിലിങ്ങനെ ഓരോ ഡേയ്സും ഓരോ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഓരോ സബ്ജക്ട്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാകണം. സോ അതിൽ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി എന്ന് വെച്ചോ, ഫിസിക്സ് അല്ലെങ്കിൽ സോഷ്യൽ, അങ്ങനെ തിയറീസ് വെക്കുമ്പോൾ ഒരു വർക്ക്ഔട്ട് ചെയ്യേണ്ട, ഒരു മാത്സിൻ്റെ ഒരു ചാപ്റ്റർ വെക്കുക, ടഫായിട്ടുള്ള ഒരു ചാപ്റ്റർ വെക്കുക. അങ്ങനെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് തന്നെ പഠിക്കാം. മാത്സ് വർക്ക്ഔട്ട് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടില്ല, വെറുതെ വായിച്ച് പഠിച്ചാലും മാത്സ് പഠിക്കാൻ പറ്റില്ല. വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്കത് എക്സാമിൽ നമുക്കത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ, ആ ഒരു പ്രാക്ടീസിൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. സോ ദെൻ ഇപ്പം നമ്മൾ അങ്ങനെ എല്ലാ സബ്ജക്ട്സും നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യുക. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. കാരണം നമുക്ക് ആ ഒരു ഈസിയിൽ നമ്മൾ എഴുതി വെച്ച് കാണുമ്പോൾ തന്നെ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടും, ഓക്കെ ഞാൻ ഇത്രയും പഠിച്ചു. അല്ലെങ്കിൽ മോഡറേറ്റ് കാണുമ്പോൾ ഓക്കെ ഇത് കുറച്ചേ ഉള്ളൂ, ഇനി ടഫസ്റ്റ് ആയിട്ടുള്ളത്, അങ്ങനെ ടിക്ക് ചെയ്ത് ആ ടഫിനെ കുത്തി ഇങ്ങനെ പോവാം. അപ്പം നമുക്കൊരു ഓക്കെ ലാസ്റ്റോട്ടാകുമ്പോൾ ആ ഒരു എന്താ പറയുക, കോൺഫിഡൻസ് നമുക്ക് ബിൽഡ് ആകും. വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ എനിക്ക് എന്താ മനസ്സിലായെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇപ്പോൾ ഡയബറ്റീസ് എന്നുള്ളൊരു ടോപ്പിക് ആണെങ്കിൽ വാട്ട് ഈസ് ഡയബറ്റീസ് അങ്ങനെയൊന്നും ആരും ചോദിക്കുന്നില്ല. പണ്ടൊക്കെ നമുക്ക് അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെയല്ല. ആക്ച്വലി ഡയബറ്റീസോടെ സിംറ്റംസ് വന്നിട്ട് ഇത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ആർക്കും അറിയില്ല. മോസ്റ്റ്ലി എല്ലാവരും കൺഫ്യൂസ്ഡ് ആകാണ്. ബിക്കോസ് എന്താ, നിങ്ങൾ ഡയബറ്റീസിൻ്റെ ഡെഫിനേഷനാണ് പഠിച്ചിട്ട് പോയിട്ടുണ്ടാവുക. സോ നമ്മളൊന്ന് പഠിക്കുമ്പോൾ ആ ഒരു കോൺസെപ്റ്റിൻ്റെ ക്ലാരിറ്റി എന്താണ് അത് എന്നുള്ള ആ ഒരു കുറച്ച് ഡീപ്പായിട്ട് പഠിക്കണം. നമ്മുടെ സിലബസ് ടെക്സ്റ്റ് മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾ ടെക്സ്റ്റിലുള്ളത് പക്ഷേ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പഠിക്കാം. ചുമ്മാ ഇത് ഡയബറ്റീസിനെ ഇത് അങ്ങനെ ജസ്റ്റ് ഡെഫിനിഷൻസ് അല്ലെങ്കിൽ ചുമ്മാ അത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാണ്ടിരിക്കുക. കാരണം ഇത് നിറയെ പേർക്ക് വന്ന മിസ്റ്റേക്സ് ആണ്, എനിക്കറിയാം. ഞാൻ നമ്മുടെ ക്വാർട്ടർലി ഓർ ഹാഫ് ഇയർലി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടായിരുന്നു. സോ നിങ്ങൾ ഇനി അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിറയെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇല്ലായിനോ, കാരണം പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങൾക്ക് വന്ന ഹാഫ് ഇയർലി ആണെങ്കിലും ക്വാർട്ടർലി ആണെങ്കിലും സ്മൈൽ എക്സാം സംതിങ് അങ്ങനെ നിറയെ എക്സാംസ് നിങ്ങൾക്കുണ്ടല്ലോ. സോ ആ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങളെ കൊണ്ട്, അതായത് ഒരു ചാപ്റ്റർ പഠിച്ചിട്ട് നിങ്ങളെ കൊണ്ട് ക്യാപ്പബിൾ ആണോ, ഇല്ലെങ്കിൽ നിറയെ ഗൈഡൊക്കെ ഉണ്ടാവും, അതിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. കാരണം ക്വസ്റ്റ്യൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു കോൺസെപ്റ്റിൻ്റെ ക്ലാരിറ്റി നമുക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുള്ളൂ.
അല്ലാണ്ട് നമ്മൾ വിചാരിക്കാം ഞാൻ പഠിച്ചു എന്ന് വെച്ചാൽ പഠിച്ചു, പക്ഷേ എന്നാൽ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ഔട്ട് ഓഫ് സിലബസ് എന്ന് തോന്നുന്ന രീതിയിൽ വരെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. പക്ഷേ അത് ഔട്ട് ഓഫ് സിലബസ് അല്ല. ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ വേറെ ടേൺ ചെയ്തിൽ ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കുകയാണ് അവരിപ്പോൾ ചെയ്യുന്നത്. ഈ പുതിയ പരീക്ഷാ രീതിയോ അല്ലെങ്കിൽ പുതിയ സിലബസോ നിങ്ങളെ പേടിപ്പിക്കാനുള്ളതല്ല, നിങ്ങളതിനെ ഭയന്ന് ഓടാനുള്ളതല്ല. നിങ്ങളതിനെ ധൈര്യമായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളുടെ എബിലിറ്റീസിനെ തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേജായിട്ട് നിങ്ങളതിനെടുക്കുക. ആൻഡ് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ മാക്സിമം പഠിക്കുക, റിഗ്രറ്റ് ഇല്ലാതെ പഠിക്കുക. അതാ ഏറ്റവും വലിയൊരു കാര്യം. നിങ്ങൾ എക്സാം എഴുതി നിങ്ങൾക്ക് റിസൾട്ട് വരുന്ന ടൈമിൽ അത് നോക്കിയിട്ട് നിങ്ങൾ പാസ് ഓർ ഫെയിൽ വാട്ട് എവർ, നിൻ്റെ ഫുൾ എഫേർട്ട് നമ്മളതിന് ഇട്ടു എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക്, അയ്യോ ഞാൻ അന്ന് പഠിച്ചിരുന്നെങ്കിൽ അങ്ങനെ ഒരു ഫീലേ നമുക്ക് വരാൻ പാടില്ല. അത് ഭയങ്കര കുഴപ്പമാണ്. നമുക്ക് ആ ഒരു റിഗ്രറ്റ് ഫീൽ വന്നാൽ. സോ ആ റിഗ്രറ്റ് ഫീൽ ഇല്ലാത്ത രീതിയിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക ഈ ഒരു മന്ത്. ഓൾ ദി ബെസ്റ്റ്.